എന്റെ താലിയൂരി നന്ദേട്ടന്റെ കയ്യിൽ കൊടുക്കുമ്പോൾ കണ്ണുനീർ പുറത്തേക്ക് ഒഴുകാതിരിക്കാൻ കണ്ണുകൾ ഇറുകെ അടച്ചിരുന്നു. വേറെ ആരെയും നോക്കാതെ ആദിയുടെ കൈയും പിടിച്ച് അവിടുന്ന് ഇറങ്ങുമ്പോൾ എന്നിലേക്ക് എത്തുന്ന ശാപവാക്കുകൾ മനഃപൂർവ്വമായി അവഗണിച്ചു. അവസാനമായി, നശിച്ചവള്, നീ എന്റെ വയറ്റിൽ തന്നെ ജനിച്ചല്ലോ എന്നുള്ള അമ്മയുടെ വാക്കുകൾ ചെവിയിൽ പ്രതിഫലിച്ചുകൊണ്ടിരുന്നു. കാറിൽ കയറിയതും അതുവരെ നിയന്ത്രിച്ചു വെച്ചിരുന്ന കണ്ണുനീർ പെയ്തു തുടങ്ങി. നിന്റെ കരച്ചിലൊന്നും നിർത്തുന്നുണ്ടായിരുന്നു. അത് കാണാൻ വയ്യട്ടാ. നീ പറഞ്ഞപ്പോൾ ഞാനോട് നിനക്ക് ഇറങ്ങി തിരിച്ച്. ഇനി കറങ്ങിട്ടെന്തിനാ? ഞാൻ പറഞ്ഞല്ലേ നമുക്കെല്ലാം തുറന്നു പറയാമെന്ന്. ഇനിയും വൈകിട്ടില്ല. കുറച്ചു കഴിഞ്ഞും എന്നിൽ നിന്ന് മറുപടി കിട്ടാത്തതുകൊണ്ടാവും അവനൊന്നും പറയാതെ വണ്ടിയെടുത്തു. എന്നോടുള്ള ദേഷ്യം ആക്സിലേറ്ററിൽ തീർക്കുന്നുണ്ട്. ആ യാത്ര ചെന്ന് നിന്ന് ഒരു ഇരുനില വീടിന് മുമ്പിലായിരുന്നു. കാറിന്റെ ഡോറ് തുറന്നിറങ്ങിയതും മായ വന്നെന്നെ പിടിച്ചു. പിടിക്കണ്ടടി, വീഴാറായിട്ടില്ല. അവൾക്കായി ഒരു മങ്ങിയ ചിരിയും കൊടുത്ത് ഉള്ളിലേക്ക് നടന്നു കയറി. എന്തായി ആദ്യേട്ടാ, നന്ദേട്ട കണ്ടോ? മോനുണ്ടായിരുന്നോ? മായയുടെ ആകാംക്ഷ നിറഞ്ഞ ചോദ്യങ്ങൾക്ക് വേദന നിറഞ്ഞ ഉത്തരം മാത്രമേ എൻ്റെ പക്കലുണ്ടായിരുന്നുള്ളൂ. എന്താവാൻ, എല്ലാം കഴിഞ്ഞു. അവർ മാറ്റിയിരുന്നു മോനെ, കണ്ടില്ല. അവര് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ജീവന് തുല്യം സ്നേഹിച്ചവള് ഒരു കാരണമില്ലാതെ നിങ്ങളുടെ കൂടെ ജീവിക്കാൻ താല്പര്യമില്ല, പിരിയാന്ന് പറയുമ്പോൾ ആർക്കായാലും ഇതൊക്കെ തന്നെയല്ലേ തോന്നുക. ഇവളോട് എത്ര വട്ടം ഞാൻ പറഞ്ഞു നമുക്ക് നന്ദേട്ടനോട് എല്ലാം പറയാമെന്ന്. പക്ഷെ എനിക്ക് പറയാനല്ലേ കഴിയും. അവളല്ലേ എല്ലാം തീരുമാനിക്കേണ്ടത്. മായ, നീ അവിടെ കൂടെ ഉണ്ടാവണം. ഞാൻ പോവാ, കേറുന്നില്ല. അവൻ പോയോ മായേ? അകത്തേക്ക് വന്ന മായയോട് ചോദിക്കുമ്പോൾ വാക്കുകൾ വല്ലാതെ തളർന്നുപോയിരുന്നു. പോയി ആര് ചേച്ചി? കേറുന്നില്ല എന്ന് പറഞ്ഞു. നിങ്ങൾക്കും കൂടി ഞാനൊരു ബാധ്യതയായി അല്ലേ? എന്താ ആര് ചേച്ചി ഇത്? അങ്ങനെയാണ് ചേച്ചി ഞങ്ങൾക്ക്. ഞങ്ങളുടെ സ്വന്തം കൂടെപ്പിറപ്പ് തന്നെയല്ലേ. ചേച്ചി പോകാൻ തന്നെ തീരുമാനിച്ചോ? ഞങ്ങളുടെ കൂടെ നിന്നൂടെ? നന്ദേട്ടനോട് എല്ലാം പറഞ്ഞൂടെ? എൻ്റെ തീരുമാനങ്ങൾക്ക് മാറ്റില്ല മായ. അവളുടെ മുഖത്ത് നോക്കാതെ കണ്ണുകൾ ദൂരേക്ക് പായിച്ചു. ബന്ധങ്ങളുടെ ചെങ്ങലക്കണ്ണികൾ എന്നെ മുറുക്കി തുടങ്ങിയിരിക്കുന്നു മായ. അവയെ പൊട്ടിച്ചെറിഞ്ഞ് സ്വതന്ത്രമായി എനിക്ക് പറക്കണം. പറന്ന് പറന്ന് ഒരപ്പൂപ്പൻ താടി പോലെ ആകാശ ചെരുവുകളിൽ അലിഞ്ഞിറങ്ങണം. ആരെയും കാണാതെ, ആരോടും മിണ്ടാതെ, ദൂരെ ദൂരേക്ക് ഒഴുകിക്കൊണ്ടിരിക്കണം. എന്തൊക്കെയാ ചേച്ചി ഈ പറയുന്നേ? ഒന്നുമില്ല പെണ്ണേ, നീ പോയിക്കോ, എനിക്കല്പം കിടക്കണം. ഇന്ന് തന്നെ പോണോ ആരു? കാറിലേക്ക് അവിടെ ചെറിയ ഷോൾഡർ ബാഗ് വാങ്ങി വെക്കുന്നതിനിടയിൽ ആദി ചോദിച്ചു. പോണ ആദി, ഇനി ആരെയും കാണാൻ വയ്യ. എന്നെ കാണാൻ ഇനി ആരും വരരുത്. എനിക്ക് വേണ്ടി നിനക്ക് ചെയ്യാൻ ഇനി അതുമാത്രമേ ഉള്ളൂ. കാറിൽ കയറി വണ്ടി നീങ്ങി തുടങ്ങിയതും മായയ്ക്ക് നേരെ കൈകൾ വീശി കാണിച്ചു. കണ്ണിൽ നിന്ന് അവളൊരു പൊട്ടായി മറയുന്നവരെ നോക്കി. കുറെ മണിക്കൂറത്തെ യാത്രയ്ക്ക് ശേഷം വലിയൊരു ഗേറ്റിന് മുമ്പിലായി കാറ് നിർത്തി. ആശ്വാസം പാലിയേറ്റീവ് കെയർ സെന്റർ. ആ പേരുകളിലൂടെ കണ്ണുകൾ ഓടിക്കൊണ്ടിരുന്നു. സ്റ്റെയറിങ്ങിൽ തലവെച്ച് കിടക്കുന്ന ആദിയുടെ തലയിൽ പതിയെ തഴുകി. ആദി യാത്ര പറയുന്നില്ല. അവനോട് പറയുമ്പോൾ വാക്കുകൾ ഇടറാതിരിക്കാൻ ശ്രമിച്ചു. തലയുയർത്തി എന്നെ നോക്കി അവൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു. അയ്യേ, ആൺകുട്ടികൾ കരയാൻ പാടുണ്ടോ? പതിയെ അവൻ്റെ കൈയെടുത്ത് എൻ്റെ കൈക്കുള്ളിലാക്കി. സങ്കടപ്പെടരുത് കേട്ടോ. എൻ്റെ നന്ദേട്ടനെയും മോനെയും നോക്കിക്കോണം. നിന്നെ ഏൽപ്പിക്കുക അവരെ. മായയും കെട്ടി സന്തോഷത്തോടെ ജീവിക്കണം. ഏതെങ്കിലും ഒരു ലോകത്തിരുന്ന് ഞാനത് കാണും. ഇടക്ക് പെയ്യുന്ന ചാറ്റൽ മഴയിലും വീശുന്ന ഇളം തന്നെയിലും ഞാനുണ്ടാവും. പോട്ടെ, ഇറങ്ങിയാൽ ഞാൻ തിരിഞ്ഞു നോക്കില്ല കേട്ടോ. ഇനി എന്നെ തിരഞ്ഞു വരരുത്. എല്ലാം കഴിയുമ്പോൾ, കഴിഞ്ഞു എന്ന് അവരറിയിക്കുമ്പോൾ ഞാൻ തന്ന ലെറ്റർ നന്ദേട്ടന് പോസ്റ്റ് ചെയ്യണം. നന്ദേട്ടനോട് പറയണം അമ്മയെയും അച്ഛനെയും നോക്കണമെന്ന്. ഞാൻ പറഞ്ഞില്ലെങ്കിലും ചെയ്യും, എനിക്കറിയാം. എന്നാലും എൻ്റെ ഒരു സമാധാനത്തിന് അവരോട് ഒരിക്കലും പറയരുതെന്ന് പറയണം. എവിടെയെങ്കിലും ഞാൻ ജീവിച്ചിരിപ്പുണ്ടെന്നെങ്കിലും കരുതി ജീവിച്ചോട്ടെ പാവങ്ങൾ. നിനക്ക് ചിലപ്പോൾ തോന്നുന്നുണ്ടാവാതെ ഞാൻ ചെയ്യുന്നത് ശരികേടാണെന്ന്. പക്ഷേ എനിക്കിതാണ് ശരി, എൻ്റെ മാത്രം ശരികൾ. ഈ ലോകത്തെ ഏറ്റവും വലിയ വേദനകളിലൊന്ന് എന്താണെന്ന് അറിയോ നിനക്ക്? അമ്മയും അച്ഛനും ജീവിച്ചിരിക്കുമ്പോൾ തന്നെ മക്കൾ മരിച്ചു പോകുന്നു. ആലോചിച്ച് നോക്കിയേ പിന്നീടുള്ള അവരുടെ ജീവിതം. മക്കളെ ഓർത്തോർത്ത് നീറി അവസാനിക്കും ആ ജന്മങ്ങൾ. അവർക്ക് ഞാൻ കാരണം അങ്ങനെ ഒരു വേദന ഉണ്ടാവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഇതിപ്പോൾ ഞാൻ എവിടെയെങ്കിലും സ്വന്തം ഇഷ്ടത്തിന് ജീവിക്കുന്നുണ്ടാവുമെന്ന് അവർ കരുതിക്കോളും. ഞാനിതൊക്കെ പറഞ്ഞിട്ടും നിനക്കെന്നോടൊന്നും പറയാനില്ല ആദി. കുറച്ചു നേരം നോക്കിയിട്ടും അവനിൽ നിന്നും മറുപടിയൊന്നും ഉണ്ടായില്ല. അവൻ്റെ മൗനം കൂടുതൽ എന്നെ വേദനിപ്പിച്ചുകൊണ്ടിരുന്നു. പോകുന്നു എന്ന് മാത്രം പറഞ്ഞ് അവനെ ഒന്ന് നോക്കുകൂടി ചെയ്യാതെ കാറിൽ നിന്ന് ഇറങ്ങി നടക്കുമ്പോൾ ഇനി ഒരിക്കലും അവനെ കാണാൻ കഴിയില്ലെന്ന സത്യം എൻ്റെ ഉള്ളു പൊള്ളിച്ചുകൊണ്ടിരുന്നു. ഓഫീസിൽ കയറി ഫോർമാലിറ്റിയൊക്കെ തീർത്ത് എനിക്കായി അനുവദിച്ച മുറിയിലേക്ക് നടക്കുമ്പോൾ ഓർമ്മകൾ വേലിയേറ്റം സൃഷ്ടിച്ചുകൊണ്ടിരുന്നു. മനസ്സിനകത്ത് എവിടെ ഒരു കോണിലായി ഒരു കൂട്ടിയ കാർമേഘം ഏതോ വഴിയിൽ പെയ്തൊഴിയാൻ വെമ്പുന്ന മനസ്സുമായി തീരങ്ങൾ തേടി അലയുന്നുണ്ടാവാം. സന്തോഷം നിറഞ്ഞ ജീവിതമായിരുന്നു നന്ദേട്ടനോടൊപ്പം. കല്യാണം കഴിഞ്ഞ് നന്ദേട്ടൻ്റെ വീട്ടിൽ ചെന്ന് കയറുമ്പോൾ അമ്മയും അനിയത്തി മാത്രമുള്ള ആ കുടുംബത്തെ ഞാൻ എൻ്റെ നെഞ്ചോട് ചേർക്കുകയായിരുന്നു. ഒരു ചെറിയ ഹാർഡ്വെയർ ഷോപ്പായിരുന്നു നന്ദേട്ടന്.
പെങ്ങളെ കെട്ടിച്ചുവിട്ട് കഴിഞ്ഞപ്പോൾ കടങ്ങളേറെയായി. അതിനിടയിലും സന്തോഷത്തോടെ തന്നെ ജീവിച്ചു. ഞങ്ങളുടെ സന്തോഷത്തിന് മാറ്റുകൂട്ടാൻ ഉണ്ണിക്കണ്ണനെ കൂടെ ഞങ്ങൾ കിട്ടിയപ്പോൾ ജീവിതത്തിന് നിറച്ചാർത്ത് ഏറി വന്നു. അതിനിടയിൽ എനിക്കൊരു ഗവൺമെൻറ് ജോലി കൂടി കിട്ടിയപ്പോൾ സന്തോഷമായിരുന്നു മനസ്സ് നിറയെ. എൻ്റെ നന്ദേട്ടനെ എനിക്ക് സഹായിക്കാൻ പറ്റുമല്ലോ എന്നുള്ള സന്തോഷം. ആദ്യത്തെ പോസ്റ്റിംഗ് എറണാകുളത്തായിരുന്നു. ആകെ ഉണ്ടായിരുന്ന വിഷമം നന്ദേട്ടനെയും മോനെയും വിട്ട് നിൽക്കണമെന്നതായിരുന്നു. എറണാകുളത്ത് ഹോസ്റ്റലിലേക്ക് മാറിയപ്പോൾ ആദ്യമൊക്കെ വല്ലാത്ത വിഷമമായിരുന്നു. ആദ്യം അവിടെയുള്ളതായിരുന്നു നന്ദേട്ടനുള്ള ആകെ ആശ്വാസം. എൻ്റെ കളിക്കൂട്ടുകാരൻ, പിറക്കാതെ പോയ കൂടപ്പിറപ്പ്. കടങ്ങളൊക്കെ ഏകദേശം ഒതുങ്ങി തുടങ്ങി. വീണ്ടും സന്തോഷം നിറഞ്ഞ ദിവസങ്ങൾ. പെട്ടെന്നൊരു ദിവസം ഓഫീസിൽ ബോധനഷ്ടമായി വീണപ്പോഴാണ് സന്തോഷങ്ങളുടെ അടിത്തറ ഇളകി തുടങ്ങിയെന്ന് മനസ്സിലായത്. ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയപ്പോൾ നടത്തിയ ടെസ്റ്റിൽ ഇടയ്ക്കിടയ്ക്ക് വിരുന്ന് വന്നിരുന്ന തലവേദന വില്ലനായിരുന്നു എന്ന് മനസ്സിലായി. തലയിൽ ഒരു ഞരമ്പ് പ്രഷർ കൂടി പൊട്ടാറായി എന്നും ഒരു ഓപ്പറേഷൻ കൊണ്ടുപോലും ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന് അറിഞ്ഞപ്പോൾ തകർന്നു പോയിരുന്നു. ജീവിച്ച് കൊതി തീരാത്ത എൻ്റെ ജീവിതത്തോട് എനിക്ക് പ്രണയമായിരുന്നു. പക്ഷേ അതിലുപരി മരണം എന്നെ പ്രണയിക്കുമ്പോൾ എൻ്റെ പ്രണയം വെറും പരാജയമായി പോയി. വെപ്രാളം പിടിച്ച് നന്ദേട്ടനെ അറിയിക്കാൻ പോയ ആദ്യം തടയുമ്പോൾ മനസ്സിൽ കുറച്ചേറെ തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നു ഞാൻ. അവൻ്റെ കാല് പിടിച്ച നന്ദേട്ടനെ അറിയിക്കില്ലെന്ന വാക്ക് ഞാൻ വാങ്ങിയെടുത്തത്. അറിഞ്ഞ എല്ലാം വിറ്റിട്ടായാലും എന്നെ ചികിത്സിക്കും. ഡോക്ടർമാർ മരണം വിധിച്ച് എന്നിലൊരു പരീക്ഷണം നടത്തി വീണ്ടും നന്ദേട്ടനെ കടത്തിലേക്ക് തള്ളിയിടാൻ മനസ്സനുവദിച്ചില്ല. എൻ്റെ തീരുമാനം പലർക്കും തെറ്റായിരിക്കാം, പക്ഷേ എനിക്കത് ശരിയായിരുന്നു. അതിലുപരി എന്നെ ഓർത്ത് നീറി നീറി വിറങ്ങലിക്കുന്ന ആ മുഖങ്ങൾ കണ്ടുകൊണ്ട് മരണത്തെ പുൽകാൻ ഞാൻ ആഗ്രഹിച്ചിരുന്നില്ല എന്നതായിരുന്നു സത്യം. പതിയെ നന്ദേട്ടനിൽ നിന്നും വീട്ടുകാരിൽ നിന്ന് അകന്നു തുടങ്ങി. ഫോൺ വിളിക്കാതെയായി. നന്ദേട്ടൻ്റെയോ വീട്ടുകാരുടെയോ കോളുകൾ എടുക്കാതെയായി. ഒരു ദിവസം നന്ദേട്ടനെ വിളിച്ച് നിങ്ങളോടൊപ്പം എനിക്കിനി ജീവിക്കാൻ കഴിയില്ല, പിരിയാമെന്ന് പറയുമ്പോൾ അതിലുപരിയായി എൻ്റെ പൊന്നുമോനെ നോക്കാൻ താല്പര്യമില്ലെന്ന് നന്ദേട്ടൻ അറിയിച്ചപ്പോൾ ഇങ്ങനെ ഒരു വിധി തന്ന ഈശ്വരന്മാരെ പോലും ഞാൻ വെറുത്തുപോയി. നേരിട്ട് കണ്ട് താലിയൂരി നന്ദേട്ടൻ്റെ കൈകളിൽ കൊടുക്കുമ്പോൾ തന്നെ എൻ്റെ മരണം സംഭവിച്ചിരുന്നു. ആ കണ്ണുകളിലെ നിസ്സഹായത ഞാൻ കണ്ടില്ലെന്ന് നടിച്ചു. ആദിയോട് പറഞ്ഞ് ബാക്കി ദിവസങ്ങൾ പാലിയേറ്റീവ് കെയർ സെൻ്ററിലാക്കാൻ തീരുമാനിക്കുമ്പോൾ മരണശേഷം മാത്രമേ നന്ദേട്ടൻ അറിയാവൂ എന്ന് അവനോട് വാക്ക് വാങ്ങിയിരുന്നു. എല്ലാം അറിയാമായിരുന്നത് ആദിക്കും മായയ്ക്കും മാത്രമാണ്. വേദനയോടെയാണെങ്കിലും ആദ്യം എല്ലാറ്റിനും ഒപ്പം തന്നെ നിന്നു. എൻ്റെ നിർബന്ധത്തിന് വഴങ്ങി, എൻ്റെ സന്തോഷത്തിന് വേണ്ടി. ഇപ്പോൾ ഞാൻ ആഗ്രഹിക്കുന്നത് എൻ്റെ മരണമാണ്. ഈ വേദനകളിൽ നിന്ന് എത്രയും വേഗം ഒരു മോചനമാണ്. ശരീരത്തിൻ്റെ വേദനയെക്കാളുമേറെ ഉറ്റവരെ പിരിഞ്ഞ വേദനയാണ്. എൻ്റെ നന്ദേട്ടൻ, മോൻ, അച്ഛൻ, അമ്മ, ആരെയും കണ്ട് കൊതി തീർന്നില്ല. കണ്ട സ്വപ്നങ്ങളൊക്കെ പാതി വഴിയിൽ എന്നെ നോക്കി പരിഹസിക്കുന്നുണ്ട്. അസ്തമിക്കാൻ പോകുന്ന സൂര്യനെ പോലെ എൻ്റെ സ്വപ്നങ്ങളും ജീവിതവുമെല്ലാം അതിൻ്റെ ചക്രവാളത്തിനടുത്തെത്തിയിരിക്കുന്നു. അമ്മ വിളിച്ച് നന്ദേട്ടൻ വീട്ടിൽ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ ശ്വാസം നിലച്ച പോലെ തോന്നി. നന്ദേട്ടൻ്റെ വരവ് ഏത് നിമിഷവും പ്രതീക്ഷിച്ചത് തന്നെയാണ്. നന്ദേട്ടൻ്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാനും ഞാൻ ബാധ്യസ്ഥനാണ്. എൻ്റെ ആരും അവിടെ ആദ്യം കൊടുത്ത അവസാനത്തെ ജോലി. വീട്ടിലെത്തുമ്പോഴേക്ക് അമ്മ നന്ദേട്ടന് ചായ കൊടുക്കുകയായിരുന്നു. നന്ദേട്ടൻ അഭിമുഖമായി ചെന്നിരിക്കുമ്പോൾ രണ്ടുപേർക്കൊന്നും പറയാനുണ്ടായിരുന്നില്ല. കണ്ടു കഴിഞ്ഞാൽ ഒരു സമയം വാടച്ചു വയ്ക്കാത്ത എൻ്റെ ആരുവിനെക്കുറിച്ച് ശരിക്കും ഞങ്ങൾക്കിടയിൽ ഫീൽ ചെയ്തു. മൗനം ഭേദിച്ച് നന്ദേട്ടൻ തന്നെ പറഞ്ഞു തുടങ്ങി. അവളെന്നെ തോൽപ്പിച്ചു അല്ലേടാ ആദി. അവസാനം വരെ സ്നേഹിച്ച് അവളുടെ നന്ദേട്ടൻ കടക്കാരനാവാതിരിക്കാൻ വേദന സഹിച്ച് അവൾ പോയല്ലേ. ഒരു നിമിഷമെങ്കിലും എനിക്ക് എൻ്റെ പെണ്ണിനോട് ദേഷ്യം തോന്നിയിരുന്നു ആദി. ജോലിയൊക്കെ ആയി കഴിഞ്ഞപ്പോൾ പുതിയ മേച്ചിൽപ്പുറം തേടി അവൾ പോയിട്ടുണ്ടാവുമെന്ന് ആരൊക്കെയോ പറഞ്ഞ് ഞാനും ചിലപ്പോഴൊക്കെ വിശ്വസിച്ചു. പക്ഷേ തോറ്റുപോയടാ. ഒരിക്കലെങ്കിലും അവൾക്ക് പറയായിരുന്നില്ലേ? ചേർത്ത് പിടിക്കില്ലായിരുന്നടാ ഞാൻ. എവിടെ വേണമെങ്കിലും കൊണ്ടുപോയിരുന്നില്ലേ? ഒന്നിനും അവസരം തന്നില്ലല്ലോടാ അവൾ. അവളുടെ കത്ത് കിട്ടിയപ്പോൾ ഞാൻ തളർന്നുപോയി. ഇത്രയും വലിയൊരു ശിക്ഷ ഞാൻ പ്രതീക്ഷിച്ചില്ല ആദി. അവൾ അവസാനമായിട്ട് കാണാൻ പോലും അവൾ എന്നെ അനുവദിച്ചില്ല. അതിൻ്റെ കാരണങ്ങൾ കത്തിലുണ്ട് കേട്ടോ. അവളെല്ലാം പറഞ്ഞിട്ടുണ്ട്. എൻ്റെ സംശയമെല്ലാം തീർത്തിട്ടുണ്ട്. നീയും വായിക്കാ കത്ത് എന്ന് പറഞ്ഞ് കണ്ണീരൊപ്പി നന്ദേട്ടൻ ആ കത്തിൻ്റെ കയ്യിൽ തരുമ്പോൾ നിലതെറ്റിയ പോലുള്ള നന്ദേട്ടൻ്റെ സംസാരം എന്നിൽ നോവുണർത്തി. കത്ത് വാങ്ങാൻ തുടങ്ങിയ എൻ്റെ കൈകളും വിറച്ചിരുന്നു. അവിടെ അക്ഷരങ്ങളിലൂടെ ഞാൻ കണ്ണോടിച്ചു. എൻ്റെ നന്ദേട്ടന് എന്നോട് വെറുപ്പുണ്ടോ നന്ദേട്ട? ഞാൻ നന്ദേട്ടനെ ഉപേക്ഷിച്ച് പോയതാണെന്ന് തോന്നുന്നുണ്ടോ? എനിക്ക് നന്ദേട്ടനെയും നമ്മുടെ മോനെയും കുടുംബത്തെയൊക്കെ വിട്ടുപോകാൻ കഴിയുമെന്ന് തോന്നുന്നുണ്ടോ? പക്ഷേ ദൈവത്തിന് എന്നെ ഇഷ്ടമായത്രേ. എൻ്റെ ബാക്കി ജീവിതം അവിടെ ജീവിച്ചാൽ മതി എന്നാ പുള്ളിക്കാരൻ പറയുന്നത്. ഞാൻ പറഞ്ഞു നോക്കി, എനിക്ക് നന്ദേട്ടനില്ലാണ്ട് പറ്റില്ല എന്ന്. പക്ഷെ കേൾക്കുന്നില്ല നന്ദേട്ട. അതിനുള്ള ഭാഗ്യം ഈ ജന്മത്തിൽ ഇനി ഇല്ലയെന്ന്. ഈ കത്ത് കയ്യിൽ കിട്ടുമ്പോഴേക്കും ഞാനങ്ങ് എത്തിയിട്ടുണ്ടാവും. ചികിത്സിച്ചിട്ടൊന്നും കാര്യമില്ല.
ഒത്തിരി വൈകിപ്പോയി നന്ദേട്ടാ. അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഒരു തീരുമാനമെടുത്ത്. വീണ്ടും നന്ദേട്ടനെ തീരെ കടത്തിലേക്ക് തള്ളിയിടാൻ എനിക്ക് താല്പര്യമില്ല. അങ്ങനെയായ ഇടയ്ക്ക് തളർന്നു പോയ ചായ്ക്കാൻ എൻ്റെ തോളുണ്ടാവില്ലല്ലോ. എനിക്കറിയാം ഞാൻ പറയുന്നൊന്നും ഒരിക്കലും ന്യായമല്ലെന്ന്. അതിലൊക്കെ ഉപരി എൻ്റെ നന്ദേട്ടൻ്റെ കരയുന്ന മുഖം കണ്ടുകൊണ്ട് പോകാൻ വയ്യാഞ്ഞിട്ടാ. എന്നും സന്തോഷത്തോടെ ഇരിക്കണം കേട്ടോ, തളർന്നു പോവരുത്. കണ്ണനെ നന്നായിട്ട് വളർത്തണം. അച്ഛനും അമ്മയും അവരൊന്നും അറിയിക്കരുത്. അവരെന്നെ ശപിച്ചോട്ടെ, പക്ഷേ എവിടെയെങ്കിലും ജീവിച്ചിരിപ്പുണ്ടെന്ന് വിശ്വസിച്ചോട്ടെ. പാവങ്ങൾ. ആദ്യയോടും ദേഷ്യമൊന്നും തോന്നില്ല ഏട്ടാ. എൻ്റെ കൂടെ നിന്നു എന്നേ ഉള്ളൂ. പാവത്തിൻ്റെ ഉള്ളു വിങ്ങുന്നത് എനിക്ക് കാണാം. അവനോടൊപ്പം എന്നും നന്ദേട്ടൻ ഉണ്ടാവണം. എനിക്ക് ജീവിച്ച് കൊതി തീർന്നിട്ടില്ല. കണ്ട സ്വപ്നങ്ങളൊക്കെ പാതിയിൽ മുറിഞ്ഞു പോയി. നമ്മൾ ഇഴചേർത്ത നൂലുകൾ നിറം മങ്ങി പൊട്ടിത്തുടങ്ങി. എനിക്ക് ചുറ്റും ഇപ്പോൾ ഇരുട്ട് മാത്രമേ ഉള്ളൂ നന്ദേട്ട. നിറങ്ങളൊക്കെ ആ ഇരുട്ടിൽ എവിടെയോ പോയി ഒളിച്ച്. വരും ജന്മങ്ങളിലെങ്കിലും ഈശ്വരൻ നന്ദേട്ടനോടൊപ്പം ഒരുപാട് കാലം ജീവിക്കാനുള്ള ഭാഗ്യം എനിക്ക് തരട്ടെ. പറയാനേറെയുണ്ട് നന്ദേട്ട, ഒരു ജന്മം മുഴുവൻ പറയാറുള്ളത്. പക്ഷേ വാക്കുകൾ തൊണ്ടക്കുഴിയിൽ തന്നെ ഇരുന്ന് ശ്വാസം കിട്ടാതെ പിടയുന്ന പോലെ. അവസാനമായിട്ട് ഒന്നുകൂടെ ജീവിതത്തിലൊരു കൂട്ട് തേടണം. ഒറ്റക്കായി പോവരുത്. നന്ദേട്ടൻ്റെ മാത്രം ആരും. വായിച്ചു കഴിഞ്ഞതും ആ കത്ത് വിറയിലൂടെ തന്നെ നന്ദേട്ടനെ തിരികെ ഏൽപ്പിച്ചു. അവളുടെ വാക്കുകൾ നെഞ്ചിൽ വരെ കുത്തുന്നുണ്ട്. എൻ്റെ ആരുവിൻ്റെ അവസാനത്തെ സമ്മാനം അല്ലേ ആദി? ഇത് ഞാൻ എൻ്റെ ഹൃദയത്തിൽ സൂക്ഷിക്കും, എൻ്റെ ജീവിതാവസാനം വരെ. എല്ലാ ദുഃഖങ്ങളും എനിക്ക് നൽകിയിട്ട് പോയില്ലേ? അവളുടെ ആഗ്രഹം പോലെ തന്നെ നടക്കട്ടെ. പോവാതി, അവളുടെ ആഗ്രഹം പോലെ എന്നുണ്ടാവും നിന്നോടൊപ്പം. ഇടറുന്ന കാലടിയോടെ മുന്നോട്ട് നടക്കുന്ന ആ മനുഷ്യൻ എന്തും താങ്ങാനുള്ള ശക്തി കൊടുക്കണേ എന്ന് മാത്രമേ ഈശ്വരനോട് എനിക്കപ്പോൾ പ്രാർത്ഥിക്കാൻ കഴിഞ്ഞുള്ളൂ.